ഗൈസ്, അപ്പോൾ ഗൈസ് ഞാനാണ് ഗൈസ് ഷിൻചാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തിനാണ് ഗൈസ് എന്തായാലും രാവിലെ തന്നെ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോയിങ്ങളൊക്കെ പറയണമെന്ന് വെച്ചാൽ ഗൈസ് ഇന്ന് നമ്മുടെ ഇന്ത്യയിലോട്ട് ഗൈസ് ഒരു അതിഥികളൊക്കെ വരാനായിട്ട് പോവുകയാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ ഒരു അതിഥികളൊക്കെ ഗൈസ് ഇന്ന് എന്തായാലും നമ്മുടെ ഇന്ത്യയിലോട്ട് വരാനായിട്ട് എന്തായാലും പോവുകയാണ് ഗൈസ്. ഓക്കെ, അതുകൊണ്ടിനാണ് ഗൈസ് ഞാൻ രാവിലെ തന്നെ നല്ല എക്സൈറ്റഡ് ആയിട്ട് എന്നാലും നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു ആളുകളൊക്കെ എന്തായാലും ഗൈസ് നമ്മുടെ എയർപോർട്ടിലും കാര്യങ്ങളൊക്കെ എന്തായാലും പ്ലെയിനിലും കളൊക്കെ എന്തായാലും വന്നെന്തായാലും ഇറങ്ങുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലിൻ ചേട്ടനോട് ചോദിച്ചു നോക്കാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് വരുമോ? ഷിൻചാനെ ഞാൻ എത്തി, ഒരു മിനിറ്റ്. ഗൈസ്, നമ്മുടെ ഷിൻചാനുകളൊക്കെ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഗൈസ്. ഓക്കെ, ഇന്ന് ഗൈസ് നമ്മുടെ സിറ്റിയിലോട്ട് കയറിലൊക്കെ ഒരു അതിഥികളൊക്കെ വരാനായിട്ട് പോവേണം. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഒരു ആളുകളൊക്കെയാണ് ഗൈസ് അതെന്ന് പറയണം. ഓക്കെ, വേറെ ആരുമല്ല ഗൈസ്, നമ്മുടെ ഗ്രാനികളൊക്കെയാണ് ഗൈസ് ഇന്ന് എന്തായാലും ഗൈസ് നമ്മുടെ സിറ്റിയിലോട്ട് കയറിലൊക്കെ വരാനായിട്ട് പോണേന്ന് പറയണത്. ഓക്കെ, ഇന്ന് നമ്മുടെ ഗ്രാനികളൊക്കെ നമ്മുടെ സിറ്റിയിലോട്ട് എന്നാലും വരാനായിട്ട് എന്നാലും പോവേണം. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നമ്മുടെ ഗ്രാനികളൊക്കെ നമ്മുടെ ഷിൻചാനെ പോലെ നമ്മുടെ ഏതാണ് ഈ ഒരു വീട്ടിൽ കണക്കെ എന്തായാലും താമസിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രാനികളൊക്കെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരികളൊക്കെയാണ് കേസ് നമ്മുടെ ഈ ഗ്രാനി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗ്രാനിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാനിയെ പിന്നെ അറിയാമല്ലോ, ഗ്രാനി വേറെ ലെവലാണ്. ഓക്കെ, അപ്പോൾ ഫ്രാങ്ക്ലിൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരികളൊക്കെയാണ് കേസ് നമ്മുടെ ഗ്രാനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും ഗ്രാനിയെ പിക്ക് ചെയ്യാനായിട്ട് നല്ല എയർപോർട്ടിൽ പോകണം അല്ലേടാ ഷിൻചാനെ? യെസ് ഗൈസ്, അപ്പോൾ ഗൈസ് നമുക്കെന്തായാലും ഗ്രാനിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഗൈസ് നമ്മുടെ എയർപോർട്ടിൽ നമുക്ക് പോകണം. ഓക്കെ, നമ്മുടെ ഗ്രാനികളൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു കിടുക്കാച്ചായിട്ടുള്ളൊരു പ്ലെയിനിൽ കാലൊക്കെ വന്നിറങ്ങുന്നതാണ് ഗൈസ്. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഗ്രാനിയെ കാണണേന്ന് പറയണത്. ഓക്കെ, ഗ്രാനികളൊക്കെ ഇത്രയും നാളെന്തായാലും ലോസ് ആൻഡോസിലും കാറിലൊക്കെ ആയിരുന്നു. ഓക്കെ, ഇപ്പം എന്തായാലും ഗ്രാനികളൊക്കെ നമ്മുടെ ഇന്ത്യയിലോട്ട് എന്തായാലും വരാനായിട്ട് പോവുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ഗ്രാനികളൊക്കെ എന്തായാലും വിളിച്ചെന്തായാലും നോക്കാം കേട്ടോ. നമ്മുടെ ഗ്രാനിയുടെ നമ്പരെല്ലാം നമ്മളെല്ലാം എന്തായാലും ഉണ്ട്. ഓക്കെ, ഗ്രാനി ഇപ്പം എന്തിനാണ് ഇങ്ങോട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഗൈസ് നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് മാത്രമല്ല ഈ ഗ്രാനി ഒരിക്കലും നമ്മളെ വിട്ട് പോകത്തില്ല, നമ്മുടെ ഷിൻചാനെ പോലെ എന്നും ഇവിടെ തന്നെ നിൽക്കും. യെസ് ഗോയ്സ്, ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഗ്രാനി ഒന്ന് വിളിച്ചു നോക്കാം. ഷിൻചാനെ. ഈ ഗ്രാനി ഫോൺ എടുക്കണമല്ലോ. ഐ സീ യു ഫ്രാങ്ക്ലിൻ മോനെ. എന്താടാ ഫ്രാങ്ക്ലിൻ മോനെന്നെ വിളിച്ചത്? അത് പിന്നെ ഗ്രാനി നിങ്ങളെപ്പോൾ വരും? അത് മോനെ ഞാനാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. ശരി നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞേ. നിങ്ങളെന്തായാലും വരുമ്പോഴേ ഞാൻ എന്തായാലും ഞങ്ങളുടെ ഡിഫൻഡർ എടുത്തുകൊണ്ട് വരാം. ഡിഫൻഡറാ? അയ്യോ മോനെ, ഞാൻ ആദ്യമായിട്ടല്ലേ ഇന്ത്യയിലോട്ട് പറഞ്ഞത്. കുറച്ച് അടിപൊളിയായിട്ടുള്ളൊരു വണ്ടിക്ക് മോനിക്ക് വെച്ചൂടെ? കുറച്ച് സൂപ്പറായിട്ടുള്ള ഒരു ലക്ഷറി വണ്ടികൾ വെക്ക്. ഡിഫൻഡർ എടുത്തിട്ട് കുറേ വർഷമായല്ലോ. എനിക്ക് ആ വണ്ടിയിലൊന്നും വീട്ടിൽ വരണ്ട. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പോൾ ഷോറൂമിൽ പോയി ഒരു പുതിയൊരു വണ്ടി വാങ്ങിക്കേ. മോൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ നമ്മുടെ സിമിയോൺ മോൻ്റെ അടുത്ത് പോയിട്ട് പറ. ശരി ഗ്രാനി, നിങ്ങളെ പിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു വണ്ടിയാണ് വാങ്ങിക്കുക. ശരി. എടാ ഷിൻചാനെ, ഗ്രാനികളൊക്കെ പറഞ്ഞു വെച്ചാൽ ഗ്രാനി എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യണമെങ്കിൽ ഒരു പുതിയ വണ്ടി വാങ്ങിക്കണമെന്ന്. അത് പിന്നെ അല്ലാതെ എന്നെ പിക്ക് ചെയ്യാൻ വന്നപ്പോഴും ഇതേപോലെ പുതിയ വണ്ടിയിലല്ലേ ഫ്രാങ്ക്ലിൻ ചേട്ടൻ വന്നത്? ഷിൻചാനെ, അത് കറക്റ്റാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും നേരെ നമ്മുടെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ ഫ്രണ്ടായിട്ടുള്ള സിമിയോൻ്റെ അടുത്ത് എന്തായാലും പോവാം. എന്നിട്ട് നമുക്കെന്തായാലും വണ്ടികളൊക്കെ വാങ്ങിക്കാം. നമുക്ക് അത്യാവശ്യം നല്ല ലക്ഷറി ആയിട്ടുള്ളൊരു വണ്ടി തന്നെ വാങ്ങിക്കണം. ഗ്രാനിക്ക് സാധാരണ വണ്ടിയൊക്കെ മതി. അവർ സാധാരണ ഒരു പാവപ്പെട്ട സ്ത്രീയല്ല, അതുകൊണ്ട് ഇതൊക്കെ മതി. എന്നാലും എൻ്റെ ഫ്രാങ്ക്ലിൻ ചേട്ടാ പാവമല്ലേ ഗ്രാനി? അതൊക്കെ ശരി തന്നെയാണ്. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും നേരെ എന്തായാലും നമ്മുടെ ഈ ഒരു ഡിഫൻഡർ കൊണ്ട് കത്തിച്ച് നേരെ എന്തായാലും നമുക്കെന്തായാലും നമ്മുടെ സിമിയോൻ്റെ ഡീലർഷിപ്പിൽ പോയി എന്നിട്ട് പുതിയൊരു വണ്ടി അങ്ങനെ വാങ്ങിക്കും. അങ്ങനെ ഗൈസ് ഫൈനലി ഗൈസ് നമ്മുടെ സിമിയോൻ്റെ ഡീലർഷിപ്പിൽ കളൊക്കെ ഫൈനലി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സിമിയോൻ്റെ ഡീലർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കെന്തായാലും ഇതിൻ്റെ അകത്ത് ഒരു പുതിയൊരു വണ്ടി അങ്ങനെ എന്തായാലും വാങ്ങിക്കാം ഗൈസ്. ഓക്കെ, പുതിയൊരു ലക്ഷറി ആയിട്ടുള്ളൊരു വണ്ടികളൊക്കെ ഇനി വാങ്ങിച്ചിട്ട് എന്തായാലും കാണാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഗൈസ് നമ്മുടെ ഗ്രാനികളൊക്കെ എന്തായാലും പിക്ക് ചെയ്യാനായിട്ടുള്ള നമ്മുടെ വണ്ടികളൊക്കെ നമ്മളെന്തായാലും ഫൈനലി അങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ വണ്ടി എന്ന് പറയണം. ഓക്കെ, എല്ലാവർക്കും വണ്ടികളൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇത് പിന്നെ ഒരു നൈസൊരു വണ്ടികളൊക്കെയാണ് കേസ് ഇതെന്ന് പറയണത്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി കൊണ്ട് നേരെ എയർപോർട്ടിൽ പോകും. ഷിൻചാനെ, വണ്ടി എങ്ങനെ ഉണ്ടാ? ഫ്രാങ്ക്ലിൻ ചേട്ടാ സൂപ്പറായിട്ടുണ്ട്. എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ ചേട്ടാ സീന്, എൻ്റെ ഒടുക്കത്തെ ലുക്ക് ഫ്രാങ്ക്ലിൻ ചേട്ടാ. എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഷിൻചാനെ, നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും നേരെ നമുക്ക് എയർപോർട്ടിൽ പോയി എന്നിട്ട് നമുക്ക് എന്തായാലും ഗ്രാനി എന്തായാലും പിക്കാൻ. ഫ്രാങ്ക്ലിൻ ചേട്ടാ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി എയർപോർട്ടിൽ നമുക്ക് വന്നേക്കാണ്.
പക്ഷെ ഇതുവരായിട്ട് നമ്മൾ ഗ്രാനികളെ കണ്ടിട്ടില്ല. ഈ പെണ്ണുമ്പോൾ എവിടെ പോയി കിടക്കണം എന്തോ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും ഗ്രാനി. നമുക്കെന്തായാലും ഫുള്ളൊന്ന് ചുറ്റിക്കിറങ്ങി നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ഗ്രാനികളൊക്കെ നമ്മളെന്തായാലും കണ്ടുപിടിച്ചേക്കാണ്. I see you, Franklin മോനെ. I see you, Franklin മോനെ. മോനെ കണ്ടിട്ട് എത്ര നാളായി. ഓ, ഈ ഗ്രാനി അമ്മായിക്ക് ആകെ വിഷമാണ്. I see you, ഷിൻചാൻ മോനെ. മോനെ കണ്ടിട്ട് എത്ര നാളായി. I see you, Franklin മോനെ. I see you, Franklin മോനെ. I love you, Franklin മോനെ. മതി ഡയലോഗ് അടിച്ച. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യാം, വന്ന് വണ്ടി കയറ്. ഓ ഫ്രാങ്ക്ലിൻ മോനെ, ഞാൻ നിന്നെ ഒന്ന് ഉമ്മ വെക്കട്ടെ. അയ്യേ, ആരെങ്കിലും കണ്ട എനിക്കാണ് നാണക്കേട്. അതൊന്നുമില്ല ഫ്രാങ്ക്ലിൻ മോനെ, നീ എൻ്റെ അടുത്തുനിന്ന് വാ. ഒന്ന് പോയോ അവിടെ, നീ മര്യാദയ്ക്കൊന്ന് വണ്ടി കയറ്. ശരി മോനെ. ഗ്രാനിയമ്മായി, എങ്ങനെയൊക്കെ വിശേഷം? സുഖം തന്നെ. ഷിൻചാൻ മോനെ, എനിക്ക് സുഖമൊക്കെ തന്നെ. ഗ്രാനിയമ്മായി വാ, നമുക്ക് നേരെ വണ്ടി കയറാം. നിങ്ങൾ രണ്ടുപേരും വാ. പക്ഷെ എൻ്റെ പൊന്നെ ഗൈസ്, വന്ന് ഇറങ്ങിയതേ ഉള്ളു. അപ്പം തന്നെ ഷിൻചാൻ മോനെ, ഫ്രാങ്ക്ലിൻ മോനെ എന്ന് പറഞ്ഞു. എന്നിട്ട് മാത്രമല്ല, അവർക്ക് ഉമ്മയെ കൂടെ വയ്ക്കണമെന്ന് ഫ്രാങ്ക്ലിനെ അപ്പം തന്നെ നിന്ന് കൊടുക്കുക ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഗൈസ് എന്തായാലും ഗ്രാനികളൊക്കെ എന്തായാലും വണ്ടി കയറ്റാം. ഗ്രാനി, ഷിൻചാൻ നേരെ വണ്ടി വന്ന് കയറ്. അല്ല ഫ്രാങ്ക്ലിൻ മോനെ, മോൻ്റെ വീട് എവിടെയാണ്? അല്ല ഗ്രാനി, നിങ്ങൾ മറന്നുപോയാ നമ്മുടെ വീട്? ഇതാണ് നമ്മുടെ വീട്. അയ്യോ എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ മോനെ, നിനക്ക് വീടൊന്നും മാറ്റാൻ സമയമായില്ലേ? ഒരു പുതിയൊരു വീടൊക്കെ വെക്കാത്തത്. ഗ്രാനി, നമ്മൾ അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ പുതിയ വീട്ടിലായിരിക്കും. യെസ് ഗോയ്സ്, ഓക്കെ. അങ്ങനെ എല്ലാ കുഞ്ഞു മക്കളുകളെ നമ്മൾ ഇനി അടുത്ത വീഡിയോ തൊട്ട് പുതിയ വീട്ടിലായിരിക്കും. നമ്മളെന്തായാലും ഈ ഒരു വീട്ടിൽ നിന്ന് നേരെ താമസം മാറാനായിട്ട് പോവുകയാണ് ഗോയ്സ്. ഓക്കെ, അപ്പോൾ എല്ലാ കുഞ്ഞു മക്കളുകളും എല്ലാവരും ഇപ്പോൾ തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ മോൻ്റെ ചാനലുകളൊക്കെ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. എന്നാലേ ഈ ഗ്രാനി അമ്മായിക്ക് സന്തോഷം വരത്തുള്ളൂ. അല്ലേ മോനെ? യെസ്. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി ഗോയ്സ് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഗ്രാനി അമ്മായി ആദ്യമായിട്ടാണ് ഫ്രാങ്ക്ലിൻ മോൻ്റെ വീട്ടിൽ പറഞ്ഞത്. മതി നിങ്ങളെ ഒലിപ്പിച്ചുള്ള വർത്താനമൊക്കെ നിർത്ത്. നിങ്ങൾ ആദ്യം വന്ന് വീട്ടിൽ കയറ്. അല്ലടാ ഫ്രാങ്ക്ലിൻ മോനെ, I see you, ഫ്രാങ്ക്ലിൻ മോനെ. നിൻ്റെ ഡിഫൻഡർ നീ വിറ്റായിരുന്നോ? ഇല്ല ഗ്രാനി, അതിപ്പോഴും ഉണ്ട്. അതെൻ്റെ കൂട്ടുകാരൻ്റെ ഷോറൂമിൽ ഇട്ടിരിക്കണം. നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ വണ്ടി വാങ്ങിച്ചാലേ, ഞാൻ വാങ്ങിക്കുമൊന്നുമില്ലായിരുന്നു. പഴയതായിരുന്നെങ്കിൽ ആ വണ്ടി നല്ല കണ്ടീഷനായിരുന്നു. എൻ്റെ പൊന്നു മോനെ, മോനിക്കൊരു പുതിയ വണ്ടി എടുക്കാൻ പൈസയില്ലേ? നമ്മൾ ഏകദേശം ഒരു വർഷമൊക്കെ ആകുമ്പോൾ തന്നെ പുതിയ വണ്ടികൾ വാങ്ങിക്കണം. അതൊക്കെയാണ് അതിൻ്റെ ഒരു ത്രില്ല്. ഞാൻ കണ്ട് നിങ്ങൾ പഴയൊരു വണ്ടിയാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, നിങ്ങളെ മൂപ്പിരാനും. അയ്യോ മോനെ, അതിനെക്കുറിച്ചൊന്നും പറയണ്ട. മോനിപ്പോൾ ഒരു കാര്യം ചെയ്യും, നേരെ വന്ന് വീട്ടിൽ കയറ്. ശരി എന്നാൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര ഉള്ളൂ ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ. നമ്മുടെ ഗ്രാനി കാര്യങ്ങളൊക്കെ എന്തായാലും ഫൈനലി നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി മുതലുള്ള എല്ലാ വീഡിയോയിലും നമ്മുടെ ഷിൻചാൻ, ഗ്രാനി, ഫ്രാങ്ക്ലിൻ ഈ 3 പേരും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഷിൻചാൻ്റെ അനിയനായിട്ടുള്ള നമ്മുടെ പിങ്ചാൻ. ഓക്കെ, നമ്മളെന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളെന്തായാലും പിങ്ചാനെയും കൂടെ എന്തായാലും നമ്മളെന്തായാലും കൊണ്ടുവരുന്നതാണ്. ഓക്കെ, എന്നാലല്ലേ നമുക്കൊരു ത്രില്ല് കിട്ടത്തുള്ളൂ. യെസ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളും. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.